അപ്പൊ നമുക്ക് മീൻ നന്നാക്കി എടുക്കാം. ബ്രാലാണ്, ഏകദേശം ഇതൊരു 2 കിലോ ഉണ്ടാവും. ഇത് പറഞ്ഞാൽ വലുതാണ്, ഇതും വലുതാണ്, ബാക്കിയൊക്കെ ചെറിയ പീസുകളാണ്. ചൂണ്ടിട്ട് പിടിച്ചാണ്. അപ്പൊ നമുക്കിത് ഓരോന്നോരോന്ന് നന്നാക്കി എടുക്കാം. നമ്മൾ പാടത്ത് ഉള്ള കുളത്തിൽ നിന്ന് പിടിച്ചാണ്. നമുക്ക് പെട്ടെന്ന് നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ചാരിട്ടിട്ട് മീൻ ഉരയ്ക്കാം. പണ്ടത്തെ രീതിയിൽ എങ്ങനെ ബ്രാലൊക്കെ നന്നാക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാരിട്ടിട്ട് ഉരയ്ക്കുക ചെയ്യുക. അപ്പൊ നല്ല കളർ കിട്ടും, ഈ കറുത്ത പാടൊക്കെ പോയി കിട്ടും. അപ്പൊ നമുക്ക് ഉരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മീനൊക്കെ ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി കൈയെടുത്ത് നമ്മൾ ക്ലീൻ ചെയ്യാം. കൈയെടുക്കാം. അപ്പോൾ നമ്മൾ വലുതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 3 ചെറുതും കൂടി ഉള്ളൂ. നമുക്കിത് കൂടി തല പൊളിച്ച് കളയാം. അപ്പോൾ നമ്മളതിനകത്തേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് തിരിഞ്ഞ് കൈയെടുക്കുക. അത് 5 മിനിറ്റ് ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു വഴുവഴുപ്പൊക്കെയാണ് പോയി കിട്ടും. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് അലമ്പി ഇങ്ങനെ കൈയെടുക്കാം. ആ ഒരു ഉപ്പിട്ടുണ്ടെങ്കിലേ ആ ഒരു വഴുവഴുപ്പ് പോയി കിട്ടും. അപ്പം അതിന് വേണ്ടി ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 5 മിനിറ്റ് എടുത്ത് വെച്ചതിന് ശേഷം കൈയെടുക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈയെടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഉപ്പൊക്കെ ഇട്ട് നമ്മൾ 5 മിനിറ്റ് വെച്ച് അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ അടുക്കളയ്ക്ക് പോവാം. അതിലേക്ക് വേണ്ട തേങ്ങ കുറച്ചെടുക്കാം. മധുരണ്ടാ? നല്ല മധുരണ്ടാ? വച്ച തേങ്ങ കുറച്ച് അരച്ചെടുക്കാം. തേങ്ങ അരച്ചു കൊടുക്കാം നമുക്ക്.
കട്ടേ കട്ടേ കട്ടേ. നമുക്ക് കുറച്ച് പച്ചമുളകും, ഇത്ര ഇഞ്ചിയും 2 സബോളയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളതിനകത്തേക്ക് നാടൻ പച്ചമുളകുണ്ട്, അതേപോലെ തന്നെ കാന്താരി മുളകുണ്ട്, രണ്ടും കൂടി കട്ട് ചെയ്തിടുന്നത്. കാന്താരി മുളക് കൂടി ഉണ്ടായിരുന്നു, ആകെ 5-6 പീസുള്ളൂ. നമുക്ക് ഇഞ്ചി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മൺചട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത്. നമുക്ക് അതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഉലുവിട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഉലുവിട്ട് കൊടുക്കാം. നമ്മളതിനകത്തേക്ക് ഒരു 4-5 പീസ് വെളുത്തുള്ളി വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത സബോളയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് മുരിങ്ങക്കോലും അതേപോലെ തന്നെ 2 പച്ചമാങ്ങ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഒരു സ്റ്റൈലൊന്നുമില്ല, നമ്മുടെ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇത് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇവർക്കത് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കൊക്കെ. അപ്പം അതിൻ്റെ പേരിലാണ് അതേപോലെ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ സബോളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അല്ലല്ലോ, ഒരു കയ്യിൽ മല്ലിപ്പൊടി ആയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കാം. അത് ഞാൻ 1/2 കയ്യിൽ മുളക് പൊടി, സാധാ ചില്ലി പൗഡർ, മഞ്ഞപ്പൊടി, നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞപ്പൊടിയാണ്, കുറച്ചിട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം, ഈ പച്ചമുളകൊന്ന് കളയാം. നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഫിഷ് മസാല, ഒരു 3/4 ടീസ്പൂൺ കയ്യിൽ ഫിഷ് മസാല അതിട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചാണ് മുരിങ്ങക്കോൽ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചാണ്. നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തേങ്ങ അരച്ചിട്ട് അതിൻ്റെ വെള്ളം കഴുകിയെടുത്തായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കണം. അതിനകത്തേക്ക് 2 തക്കാളി കട്ട് ചെയ്തിടാം. തക്കാളി ഇട്ട് കൊടുക്കാം. വെള്ളം പോരായതിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചെടുത്തിട്ട് തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് സെറ്റാക്കി എടുക്കാം. നന്നായിട്ട് തിളച്ചുണ്ട്, അത് അത്യാവശ്യം കുറുകി തുടങ്ങി. നമുക്ക് അതിനകത്തേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ട് മാങ്ങ. അപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മളിതൊക്കെ ഇടാനല്ല, എൻ്റെ പകുതി ഇടണുള്ളൂ. പകുതി പിന്നെ പിള്ളേർ കൂട്ടാൻ വയ്ക്കാം. തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു തള പെട്ടെന്ന് വേവും ബ്രാലായതിൻ്റെ പേരിൽ.
അപ്പം നമ്മൾ ഇതിനധികം കുറച്ച് കള്ള് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാടൻ കള്ള്, ചെത്ത് കള്ളാണ്, അത് കുറച്ച് ഇതിനധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഷാപ്പിലെ കറി പോലെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കുറച്ച് കള്ള് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. ഷാപ്പിലെ കറിയുടെ അതേ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അരച്ച വെച്ച തേങ്ങ എടുത്തിട്ട് അതിനകത്തേക്ക് ഇതിൽ തന്നെ കുറച്ച് ഗ്രേവി അതിനകത്ത് മിക്സ് ചെയ്യുക. അത്യാവശ്യം നന്നായിട്ട് വെന്തട്ടൊക്കെ പീസ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ തേങ്ങ. അതൊക്കെ ഈ മിമ്മിട്ട് അരച്ചതിൻ്റെ പേരിൽ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെയുണ്ട്. നമുക്ക് ഇത് പയ്യെ ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു തള തിളപ്പിക്കാം. അത്യാവശ്യം ടൈറ്റ് ഉണ്ട്, ഇനി ഒന്നുകൂടി ടൈറ്റ് ആവും. ഇത് ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആവും. ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. സെറ്റായിട്ടുണ്ട്, കള്ളിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ട് നമുക്ക് ഇറക്കി മാറ്റാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് താളിപ്പുണ്ടാക്കാം. നിർത്തിക്കോ. നമുക്ക് കട്ട് ചെയ്ത് താളിക്കാൻ വേണ്ട ചെറുള്ളി, നമുക്ക് ചെറുള്ളി കട്ട് ചെയ്തെടുക്കാം താളിപ്പ് ഇടാൻ വേണ്ടി. സവോള ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് വേപ്പിലേക്ക് കൂടി ഉണ്ടായി തന്നെയുണ്ട്. നല്ല ചെറിയ വേപ്പിലാണ്, നല്ല മണമുണ്ട്. നമ്മളതിനകത്ത് ഈ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ടാം. സാധാരണ ആൾക്കാർ ചെയ്യണ പോലെ തന്നെയാണ് മീൻ കറി താളിക്കുമ്പോൾ കുറച്ച് മുളക് പൊടി. അപ്പോൾ ചെറുള്ളി വാടി കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതിൻ്റെ മേലെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കും. ചൂടാക്കുക, അതിൻ്റെ നമുക്ക് ചോറിട്ടൊരു പിടുത്തം പിടിക്കാം. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ട് നമുക്ക് കുറച്ച് ചോറും മീൻകറി കൂട്ടി പിടിക്കാം. ഇന്ന് വേറെ കറികളൊന്നും ഇല്ല, ഒരു മീൻകറി മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ജലദോഷം പറ്റിയിരിക്കുന്നത്, അതിൻ്റെ പേരിൽ ഐറ്റംസുകൾ കുറവാണ്. അല്ലെങ്കിലും ഇത്ര ഐറ്റംസ് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പം നമുക്ക് കറി വെച്ച് കഴിച്ചു നോക്കാം എല്ലാവരും കൂടി. ഇരിക്കും നിങ്ങളെല്ലാവരും പോരെ. ഒരു മീൻ കഷ്ണം ഇടാം, 2 കഷ്ണം മാങ്ങ എടുക്കാം, ഒരു മുരിങ്ങക്കോൽ ഇടാം, ഒരു കഷ്ണം അച്ചാർ കൂടി ഇട്ടാം. മാങ്ങച്ചാറാണ് ഇട്ട് വെച്ചിട്ട് കുറേ നാളായി. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? അടിപൊളി ടേസ്റ്റിന് പറഞ്ഞ നല്ല ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കണം. സബും ലൈക്കും ഷെയറും ചെയ്യണം. നിനക്ക് ഇഷ്ടായ? എരിവൊക്കെ എങ്ങനെയാ? അങ്ങോട്ട് നോക്കി പറയേ. നല്ല അടിപൊളി ആയിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇതിന് മുന്നേ അച്ഛൻ കറി ഉണ്ടാക്കിയിട്ടില്ലേ? ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയും അടുത്ത ദിവസം കാണാം. ബൈ ബൈ. ഇന്നത്തെ മീൻകറി ഇപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിക്കണേ. മതിലേ? ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ചായ എടുക്കണ്ടു. ചായ എടുക്ക്, കഴിക്കാം. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? പറയടാ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.